ഹലോ നമസ്കാരം. ഖദീജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേനൽ മഴയൊക്കെ കിട്ടി തുടങ്ങി. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നടുന്നൊരു കാലമാണല്ലോ, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ച ഇഞ്ചിയാണ്. ഒരു 6 ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയിരുന്നു അന്ന്. ഈ വർഷം അതുപോലെ ഒരു 10 ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞളും ചേമ്പും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മഞ്ഞളും ചേമ്പൊക്കെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇഞ്ചി പിന്നെ ഇപ്പോൾ അടുത്താണ് നട്ടുപിടിപ്പിക്കുന്നത്. മണ്ണൊക്കെ ഒന്ന് ഡോളോമൈറ്റൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നട്ട മണ്ണ് തന്നെ പിന്നെയും ഡോളോമൈറ്റൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമയം പിടിച്ചത്. ഒരു 2 ആഴ്ച അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ പഴയ മണ്ണൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഇഞ്ചിൻ്റെ മണ്ണൊക്കെ ഒന്ന് പൊടഞ്ഞിട്ട് കൊടുക്കുകയാണ്. കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലതായിട്ടുണ്ട്. അന്ന് കരിയിലൊക്കെ ഇട്ടുണ്ടാക്കിയ ഇഞ്ചിയായിരുന്നു. ഇങ്ങനെ ഓരോ ഗ്രോ ബാഗിലുള്ള മണ്ണിട്ട് കൊടുക്കുകയാണ്. വേറെ ഈ വർഷവും ഞാൻ പുതിയതായിട്ട് മണ്ണൊന്നും എടുത്തിട്ടില്ല. ആദ്യത്തെ അതേ മണ്ണ് തന്നെയാണ്. ഗ്രോ ബാഗും അത് തന്നെയാണ്. അതിൽ കൂടെ ഒരു 3 ഗ്രോ ബാഗ് ഏറെ എടുത്തു എന്നേ ഉള്ളൂ. മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡോളോമൈറ്റ് ചേർത്ത് ഒന്ന് നനച്ചിടുകയാണ്. ഡോളോമൈറ്റ് ഒരുപാട് ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളൊരു 10 കിലോ മണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ 200 300 ഒക്കെ ഡോളോമൈറ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതിലേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മണ്ണൊന്ന് നന്നാക്കി എടുക്കാനാണ്. എനിക്ക് കൂടുതൽ ഇതാണ് നല്ലത് എന്ന് തോന്നി. കുമ്മായത്തിനായിട്ട് ഒന്നുകൂടി നല്ലത് ഇതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇതിനധികം വിലയുമില്ല. കിലോയ്ക്ക് എത്ര 30 40 അങ്ങനെയൊക്കെ ഉള്ളൂ. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇനി ഇതുപോലെ ഒന്ന് നനച്ചിട്ട് കൊടുക്കണം. എല്ലായിടത്തും നനയുന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. അല്ല വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിലൊന്നും നനച്ചു കൊടുക്കരുത്. നല്ലോണം ഉള്ളിലേക്കൊക്കെ വെള്ളം എത്തുന്ന രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിട്ട് കൊടുക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി തുറന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു 15 ദിവസം അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും അങ്ങനെ വെക്കണം. ഇത് 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനിത് ഗ്രോ ബാഗിൽ നിറച്ചതാണ്. ഞാൻ ആദ്യം ഗ്രോ ബാഗിൽ കരിയിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. പെട്ടെന്ന് ഓരോ പണി ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന ഓർമ്മ ഉണ്ടാകില്ല. ഇത് കരിയിലൊക്കെ നിറച്ച് മണ്ണിട്ട് കൊടുത്താലാണ് വീഡിയോ എടുക്കുന്നതായിട്ട് ഓർമ്മയിൽ വന്നത്. ഞാൻ ഗ്രോ ബാഗിൽ നിന്ന് ഇഞ്ചി എടുത്തിരുന്ന അന്ന് ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി അവിടെ വെച്ചിരുന്നു നട്ടു കൊടുക്കാൻ വേണ്ടി. ആ ഇഞ്ചി ഇന്ന് എടുത്ത് നട്ടു കൊടുക്കുകയാണ്. ഒരു 10 ഗ്രോ ബാഗിൽ ഒരു ഗ്രോ ബാഗ് 2 കഷ്ണം എന്ന് വെച്ചൊരു 20 കഷ്ണം ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ കരിയിലക്കു മേലെ ഡോളോമൈറ്റ് ചേർത്ത മണ്ണ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അതിലൊരു വളവും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊക്കെ നട്ട് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം വേണം പച്ചിലത്തോലൊക്കെ വെച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഞാൻ മുളയുള്ള ഭാഗമൊക്കെ മുകളിൽ വരുന്ന രീതിയിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു 10-20 കഷ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണം വീതമാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ എൻ്റെ ഗ്രോ ബാഗ് കുറച്ച് വലിയ ഗ്രോ ബാഗാണ്. അതുകൊണ്ട് ഇത് 2 എണ്ണം വീതമാണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാ കഷ്ണത്തിനൊന്നും മുള വന്നിട്ടില്ല. എന്നാലും മുളയുള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാൻ. എല്ലാ കഷ്ണത്തിനും മുളയൊക്കെ വന്ന് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചിലത്തോൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനും മേലെ വേണം നമ്മൾ വളം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ വളം ചാണകവും ആട്ടുംകാഷ്ടവും കോഴിവളവും അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി എല്ലാം മിക്സ് ചെയ്തൊരു വളം എൻ്റെ അടുത്തുണ്ട്. അത് ഇട്ട് കൊടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന് മേലെ നമ്മൾ ഇതുപോലെ ഡോളോമൈറ്റ് ചേർത്ത മണ്ണൊക്കെ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ വർഷവും ഇത് മാറ്റി നട്ടു കൊടുക്കാൻ നമ്മുടെ വിത്ത് പിന്നെ അങ്ങനെ നശിച്ചു പോവുകയായിരിക്കും ചെയ്യുക.
മഞ്ഞളായാലും ഇഞ്ചി ആയാലും ഒക്കെ ഓരോ വർഷവും പിന്നെ ഇതുപോലെ കിളച്ചെടുത്ത് വേറെ നട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ തന്നെ വെച്ചാൽ കുറച്ചു കാലമൊക്കെ അതിലുണ്ടാവും, പിന്നെ അത് അങ്ങനെ ചീഞ്ഞ് നശിച്ചു പോകും. മഞ്ഞളും ചേമ്പും ഒന്നും പിന്നെ ഞാൻ ഗ്രോ ബാഗിലല്ല നട്ടത്, തറ എടുത്താണ് അതിൽ നട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള സാധനമൊക്കെ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായാൽ നമുക്ക് പെട്ടെന്നൊരു ഇഞ്ചിയുടെ ആവശ്യമോ അത് ഞാനിവിടെ ഒരുപാട് വർഷമായിട്ട് ഒരു 10 വർഷത്തിലധികമായിട്ട് മഞ്ഞൾ വാങ്ങിയിട്ട് തന്നെയല്ല, ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾ തന്നെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെയാണ്. ഇഞ്ചി റെഡിയായി വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇഞ്ചി വാങ്ങാറുള്ളൂ. പിന്നെ ചുക്കുപൊടിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.